Hi dears, happy Easter to everybody. So welcome to Mary Unfiltered. So ഇന്നത്തെ വീഡിയോയിൽ ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കി കുറേ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല പുട്ടും നൂലിഡലി ഉണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ബീഫ് തേങ്ങ കൊത്തിട്ട് വരട്ടിയതും ബീഫ് കറിയും ഉണ്ട്. ഡ്രിങ്ക്സ് ആയിട്ട് ലെമണേഡ് ഉണ്ട്, വൈനുണ്ട്, എന്തെങ്കിലുമൊക്കെ കുടിക്കാം, നോ പ്രോബ്ലം. സോ ഞങ്ങളിന്ന് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ അത് ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. സോ ഇതൊക്കെ എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ ഇടണം കേട്ടോ ഇവിടെ. സോ അങ്ങനെ നമ്മൾ പുട്ടും ബീഫെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കൊരു ഉച്ചയായി. നമ്മൾ ഉച്ചത്തെ ഫുഡ് നോക്കുവാണ്. സോ ഫസ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഗ്രില്ലല്ല, ദിസ് ഈസ് ഫിഷ് ഗ്രിൽ. എനിക്ക് മാറിപ്പോയതാണ്. സോ ഈ ഫിഷ് എന്ന് പറയണത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും തന്നെ ഒരു ചെറിയ ഷെഫാട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ആനന്ദാണ്. ആനന്ദ് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഈ മീനിൻ്റെ പേര് തിലാപ്പിയ എന്ന് പറയും. അപ്പോൾ അത് ഞങ്ങൾ ഗ്രില്ല് ചെയ്യുകയാണ്. സോ അത് ജസ്റ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് പുറത്ത് തന്നെ ഗ്രില്ല് ചെയ്യുന്നു. ഞങ്ങളപ്പോൾ ഫിഷ് കുക്കാവാൻ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ആക്രമിക്കാൻ. സോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്, വൈൻ അടിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ലിക്വർ അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാക്ക് സ്പേസ് ആണിത്. ഇത് റെൻ്റൽ ഹോമാണ്. സോ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ നമുക്കുണ്ട്. സോ ഞങ്ങളിതിന് വെയിറ്റ് ചെയ്യുന്നു. എനിവേ വൺ സൈഡ് കുക്കായിട്ടുണ്ട്. ടു സൈഡും കുക്കായി. സോ ഇറ്റ്സ് റെഡി ടു ഈറ്റ്. സോ വി ആർ വെയിറ്റിംഗ് ടു ഹീറ്റ് ദിസ് ഫിഷ്. സോ ഇനി ഞങ്ങളുടെ ഒരു ആക്രമം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫിഷിലായിട്ട്. ഇവിടെ വന്നേ പിന്നെ ഫിഷൊക്കെ വാങ്ങിക്കൽ ഇത്തിരി കുറവാണ്. കാരണം നമുക്കങ്ങനെ ഫ്രഷ് ഫിഷ് കിട്ടാറില്ല. അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ പോകണം. പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ രാവിലെ പോയി നമ്മൾ വാങ്ങിച്ചാണ്. അതിന് സൈഡായിട്ട് നമ്മൾ കുറച്ച് ഒനിയൻ എടുക്കുന്നുണ്ട്. ഒനിയൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഗ്രിൽഡ് ആയിട്ടുള്ള ഈ ചിക്കൻ, ഫിഷ്, ബീഫിനൊക്കെ ഒപ്പം നല്ല ടേസ്റ്റാണ്. സോ നമ്മുടെ ഫിഷിൻ്റെ ആ യുദ്ധം കഴിഞ്ഞു. അത് ഇനി നമ്മൾ കഴിക്കുന്നത് മിച്ചറാണ്. ബാക്കി എല്ലാവരും മിച്ചർ കഴിക്കുന്നുണ്ട്. സോ എന്നോട് ചോദിക്കുകയാണ് വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ആ സമയത്ത് നമ്മുടെ വേറൊരു ഫ്രണ്ട് ഇവിടെ ഇപ്പോഴും ആ മീനായിട്ടിരിക്കുന്നുണ്ട്. പുള്ളിക്കെല്ലാം വൃത്തിയായിട്ട് വെക്കണം. അതുകൊണ്ട് പുള്ളി ഇപ്പോഴും യുദ്ധത്തിലാണ്. സോ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഈസ് ചിക്കനാണ്. ചിക്കൻ നമ്മൾ ഓൾറെഡി തന്നെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 hours ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെയൊന്നും ഒരു ഗെറ്റ് ടുഗദർ എപ്പോഴും ഇല്ല. വല്ലപ്പോഴൊക്കെയാണ്, ലൈക്ക് ഈസ്റ്റർ, ക്രിസ്മസ്, ഓണം അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് നമ്മൾ വെക്കാറുള്ളൂ. കാരണം നമ്മളെല്ലാവരും തന്നെ വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കങ്ങനെ ഒരുമിച്ച് ഓഫൊന്നും കിട്ടത്തില്ല. സോ ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള വേറൊരു ഗെറ്റ് ടുഗദറാണ്. പിന്നെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. എന്ന് വെച്ചാൽ 1-2 ദിവസം ഒന്നും മൊത്തത്തിൽ അങ്ങ് വൈബായിരിക്കത്തില്ല. ഒരു 1 night അല്ലെങ്കിൽ ഒരു 1 day അങ്ങനെയൊക്കെയാണ്. മോസ്റ്റ്ലി നമ്മളെല്ലാ സെലിബ്രേഷനും ചെയ്യാറ് ലൈക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യണ നൈറ്റ് കേട്ടോ. ഇതിപ്പോൾ ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കോമൺ തന്നെ ഓഫ് കിട്ടി. ഞാൻ ഡേ ഓഫ് ഒക്കെ റിക്വസ്റ്റ് ചെയ്തു. സോ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു വൈബ് ചില്ല് ആ ഒരു മൈൻഡാണ്. ഇന്നലെ ഭയങ്കര കാറ്റും മഴ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ക്ലൈമറ്റ് പൊട്ടയായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് കുഴപ്പമില്ലാത്ത കുറച്ച് വെയിലും ഇത്തിരി കാറ്റും ഉണ്ടായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. സോ ഇറ്റ്സ് ടൈം ടു ഹാവ് സം ഡ്രിങ്ക്സ്. സോ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഡ്രിങ്ക്സ് കുടിക്കാം. സോ നമ്മൾ ചിയേഴ്സൊക്കെ അടിച്ച് നമ്മൾ ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. നമുക്കതിനോടുള്ള താല്പര്യമൊന്നുമില്ല, നമുക്കതിനുള്ള മൂഡില്ല. സോ നമ്മളിവിടെ മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ചിക്കൻ വൺ സൈഡ് സെറ്റ് ആയിട്ടുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ചിക്കൻ നൗ. ഗെറ്റ് ടുഗദറിൻ്റെ സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന വേറൊരു കാര്യം ഡാൻസ്. സോ നമ്മൾ ഒരു റീലെടുക്കാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഓൾറെഡി ഒരു റീൽസ് സെറ്റ് വെച്ചിട്ടുണ്ട്. സോ അതിന് റീലെടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻ എന്നൊക്കെ പറയില്ലേ, ബിഹൈൻഡ് ദ ക്യാമറ, ആ ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ചിക്കൻ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല. അത് എപ്പോഴും എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ പലവരും പല സ്റ്റെപ്പാണ്. മാങ്ങാന്ന് പറയുമ്പോൾ തേങ്ങാന്ന് കേൾക്കുന്ന ആൾക്കാരാണ് മൊത്തം. സോ നമ്മൾ അപ്പോഴത്തേക്കും ചിക്കൻ കുക്കായതുകൊണ്ട് നമ്മൾ ചിക്കൻ കഴിക്കാൻ തുടങ്ങി. ഡാൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇൻസ്ട്രക്ടർ പറഞ്ഞു നന്നായിട്ട് ഡാൻസ് കളിക്കണം, ഇതാണ് സ്റ്റെപ്പ്, അതാണ് സ്റ്റെപ്പ് എന്ന് നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കേൾക്കുന്നുണ്ട്, ചിക്കനും കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ ആരെല്ലാം ശ്രദ്ധിക്കണം. പേഴ്സണലി ഞാൻ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, സോ ചിക്കൻ ഈസ് ഓൾമോസ്റ്റ് ഡൺ.
എന്തൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങനെ ഒന്നിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. നമ്മുടെ മനസ്സിലെപ്പോഴും ഇതൊരു മെമ്മറി ആയിട്ട് കിടക്കും. അങ്ങനെ കൂടുതലങ്ങ് വയറ് നിറയത്തുമില്ല. എന്നാലും നമുക്ക് കഴിച്ചു. നല്ലൊരു വൈബാണ്, എൻജോയ്മെൻ്റാണ്. അങ്ങനെ ഫുൾ കോമഡി ഒക്കെ ആയിരുന്നു. പിന്നെ ഇതൊക്കെ നമുക്കൊരു മെമ്മറിയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം എടുത്ത ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഇപ്പോൾ കാണുമ്പോൾ അതൊക്കെ ഒരു മെമ്മറിയാണ്. സോ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ചൊരു റെസ്റ്റ് എടുക്കാം. സോ ചിക്കൻ കഴിച്ചിട്ട് നമ്മളെല്ലാവരും അകത്ത് കയറി ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. സോ നമ്മളെല്ലാവരെയും വിളിക്കുകയാണ്, കമോൺ നമുക്ക് റീൽസ് എടുക്കാം. എല്ലാവരും ഫുഡ് അടിച്ച് മടിയന്മാരായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. സോ അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് ചിക്കനും നമ്മൾ വെച്ചു. 5 മിനിറ്റ്സ് ഒരു സൈഡ് കുക്കായാൽ മതി, നമ്മൾ മറിച്ചിട്ടാൽ മതി. നല്ല അടിപൊളി ചിക്കനായിരുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ വീട്ടിലൊക്കെ ഓഫ് ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രില്ല് ചെയ്യുന്ന സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊരു എൻ്റർടൈൻമെൻറ്റാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോഴാണ് എനിക്ക് ഇവിടെ മൊത്തമൊക്കെ ഒന്ന് അടിച്ചു വാരണം എന്നുള്ളൊരു മാനസികമായി വന്നത്. സോ ഞാൻ അവിടെയൊക്കെ ബാക്ക് യാർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. കാരണം വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറുള്ളൂ. വൃത്തിയായിട്ട് എടുക്കുമ്പോൾ എന്നാലും ഒരു മനസ്സിന് വിഷമമാണ്. സോ ചിക്കൻ കഴിഞ്ഞു. അടുത്ത സെറ്റ് വരുന്നത് മട്ടൺ ചോപ്സാണ്. മട്ടൺ ചോപ്സ് നമ്മൾ കുറച്ച് മാറിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും രണ്ടാമത് നമ്മൾ വെച്ച ചിക്കൻ ഓൾറെഡി കുക്കായിട്ടുണ്ട്. സോ അത് റെഡിയാണ്. നമുക്ക് വേണമെങ്കിൽ അതും കഴിക്കാം. ബട്ട് ഞാൻ കഴിക്കുന്നില്ല. ബാക്കിയെല്ലാവരും ആക്രമിക്കാൻ തുടങ്ങി. സോ എനിവേ ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഡേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവനിട്ട് ഒരു ഇടി കൊടുക്കാനൊക്കെ പോയി. ഇവനിട്ടൊരു പണി കൊടുക്കണമെന്ന് കുറേ നാളെ ആലോചിച്ചിരിക്കുന്നു. സോ രേഷ്മ ഇസ് ഗോയിങ് ടു പഞ്ച് അഖിൽ. ദിസ് ഈസ് അഖിൽ. അഖിലിനെ പഞ്ച് ചെയ്യുന്ന ആൾ രേഷ്മ. സോ രേഷ്മയുടെ ഹസ്ബൻഡ് ആനന്ദാണ് ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് ബാക്ക് നിൽക്കുന്നത്. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റീലൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് കയറി വന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ യൂത്ത് എന്ന് പറഞ്ഞ ഒരു ഫിലിം കാണുകയാണ്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ആഫ്റ്റർ സീനാണ്. ഒരു ചിക്കൻ നമ്മൾ തിലാപ്പി തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഡെലീഷ്യസ്. അത് കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ഒരു ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണല്ലേ. ഇതൊക്കെ വല്ലപ്പോഴും മനസ്സേ വൈലാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എപ്പോഴും കിട്ടാറില്ലാത്തത് തന്നെ നമുക്കിത് ഭയങ്കര സംഭവമാണ്. സോ ഇതാണ് ഞങ്ങളൊരു 7 പേരുണ്ട്. ഇറ്റ് വാസ് റിയലി എ ഗുഡ് ഡേ. എൻ്റെ വക ഉണ്ടായിരുന്നത് മട്ടൻ ബിരിയാണി ആയിരുന്നു. സോ ഇറ്റ് വാസ് റിയലി ഡെലീഷ്യസ് എന്ന് ഞാൻ പറയുന്നു. ഇവരും പറയുന്നത് നല്ലതാണെന്നൊക്കെയാണ്. റൈസ് നമ്മൾ ജീരകശാലയല്ലായിരുന്നു, സെല്ല ബാസ്മതി ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതർവൈസ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്. മീറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. സോ ദെൻ ഞാൻ ദം പൊട്ടിച്ചിട്ട് എല്ലാവരും കാണിക്കാം കേട്ടോ. സോ അവരെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് തിലാപ്പി ഉണ്ടാക്കുന്ന ഒരു ബാക്ക് സീൻ ആട്ടോ, ലൈക്ക് ബിഹൈൻഡ് ദ ക്യാമറ എങ്ങനെയാണ് തിലാപ്പി ഉണ്ടാക്കിയെന്നുള്ളൊരിത് ചെറിയൊരു വീഡിയോ ആണിത്. സോ ആനന്ദാണ് തിലാപ്പി ക്ലീൻ ചെയ്യുന്നത്. ഹി ലൈക്സ് ടു കുക്ക്. എനിക്കും കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പുതിയ ഡിഷുകൾ ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഡിന്നർ ടൈം നമ്മളൊന്ന് പുറത്ത് പോവാണ്. നമുക്കിന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള മൂഡില്ല. സോ നമ്മൾ പുറത്ത് നമ്മുടെ അടുത്ത് തന്നെ ഒരു ബർഗർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ബർഗർ കഴിക്കാൻ പോവുകയാണ്. ഡിന്നർ ഞങ്ങൾ പുറത്തുനിന്ന് ഗൈസ് കഴിക്കുന്നത്. ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ബർഗറാണ് ഞങ്ങൾ കഴിക്കണേ. സോ വി ആർ ഗോയിങ് ടു ദി ബർഗർ ഷോപ്പ്. ഞങ്ങളിവിടുത്തെ ബർഗർ എപ്പോഴും തന്നെ കഴിക്കാറുണ്ട്. ഇതിൻ്റെ പേര് ഡെയിലി ബീഫ് എന്നാണ്. നമ്മുടെ ഈ മഗ്ഡിയൊക്കെ പോലെ ഉള്ള ഒരു ഔട്ട്ലെറ്റ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മൾ സ്റ്റീക്ക് ബർഗർ ഓർഡർ ചെയ്തു, ക്രിസ്പി ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തു. പക്ഷേ പണ്ടത്തെ അത്ര അങ്ങ് ടേസ്റ്റ് ഇല്ല. സോ എനിവേ ഞങ്ങൾ നടക്കാൻ പോയിട്ട് വീട്ടിൽ പോവാണ്.